മഹാരാഷ്ട്രയിൽ പുതിയ കോവിഡ് വകഭേദം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന പൂനെ, അഹമ്മദ് നഗർ, ഔറംഗാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കനത്ത ചൂടും കോവിഡ് പരിഭ്രാന്തിയും പോളിംഗിനെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ പുതിയ കോവിഡ് വകഭേദം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തെ കനത്ത ജാഗ്രതാ നിർദ്ദേശം. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന പൂനെ, അഹമ്മദ് നഗർ, ഔറംഗാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കനത്ത ചൂടും കോവിഡ് പരിഭ്രാന്തിയും പോളിംഗിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ. പൂനെയിൽ 51 കേസുകളും താനെയിൽ 20 കേസുകളും റിപ്പോർട്ട് ചെയ്തു. പൂനെയ്ക്കും താനെയ്ക്കും പുറമെ അമരാവതിയിലും ഔറംഗാബാദിലും 7 കേസുകൾ വീതം കണ്ടെത്തി. ഷൊലാപൂരിൽ 2 കേസുകളും അഹമ്മദ് നഗർ, നാസിക്, ലാത്തൂർ, സാംഗ്ലി എന്നിവിടങ്ങളിൽ ഓരോ കേസുകളും കണ്ടെത്തി. എന്നാൽ മുംബൈയിൽ ഇതുവരെ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൂനെ, അഹമ്മദ് നഗർ, ഔറംഗാബാദ് തുടങ്ങി 4ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മേഖലകളിലാണ് കോവിഡിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പല രാജ്യങ്ങളിലും കേസുകൾ വർദ്ധിപ്പിക്കുന്ന COVID-19 ഒമൈക്രോൺ സബ് വേരിയന്റ് KP2-വിന്റെ 91 കേസുകളാണ് മഹാരാഷ്ട്രയിൽ സ്ഥിരീകരിച്ചത്. ആഗോളതലത്തിൽ ജനുവരിയിലാണ് ഈ വകഭേദം ആദ്യമായി കണ്ടെത്തിയത്. 2023 അവസാനത്തോടെയാണ് ഏറ്റവും കൂടുതൽ അപകടകാരിയായ JN1-ൽ നിന്നും KP2 ഉത്ഭവിച്ചത്. മാർച്ചിൽ സംസ്ഥാനത്ത് കേസുകൾ നേരിയ വർധനവുണ്ടായിരുന്നുവെങ്കിലും നിയന്ത്രണാധീനമായിരുന്നു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.